Hello students, welcome back. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക് എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് ഒന്ന് റിവൈസ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ മോഡ്യൂൾ 2ന്റെ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്, അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവരും കാണുക, അത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലും അത് ക്ലിയർ ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ മോഡ്യൂൾ 2 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോഡ്യൂൾ 2ൽ നമ്മൾ ഇതുവരെ എന്താണ് ഒരു ആഡ് ഏജൻസിന്റെ ടൈപ്സും ഫങ്ഷൻസും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസും കഴിഞ്ഞ ക്ലാസ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് എടുത്ത ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്സ് അല്ലെങ്കിൽ പഠിച്ച ടോപ്പിക്സ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്യും. കാരണം അന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഒന്നോ രണ്ടോ കുട്ടികൾ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രഷ് അല്ലെങ്കിൽ റിവൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് അഡ്വർടൈസിംഗ് ബഡ്ജറ്റിലോട്ട് നീങ്ങും. ഓക്കെ, സോ എന്താണ് എത്തിക്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ set of moral principles which governs a person's behavior or how the activity is conducted. അതിനർത്ഥം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നും അതല്ലാണ്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അഡ്വർടൈസ്മെന്റ് ഒരു ആക്ടിവിറ്റി ആണല്ലോ, അപ്പൊ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ മൊറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടാത്തത്, അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ശരിയായി ചെയ്യേണ്ട കാര്യങ്ങളിലാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അൺഎത്തിക്കൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എത്തിക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അൺഎത്തിക്കൽ എന്നാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ്. സോ ഈ ഒരു ടോപ്പിക് എത്തിക്സ് ഇൻ അഡ്വർടൈസിംഗിൽ നമുക്കറിയാം അഡ്വർടൈസിംഗ് എന്താണ്? ഇറ്റ്സ് എ മീൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ബയർ ആൻഡ് എ സെല്ലർ. സോ എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റിൽ പറയുമ്പോൾ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മൊറൽ പ്രിൻസിപ്പിൾസ് പ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നമ്മൾ എന്തൊക്കെ അഡ്വർടൈസ്മെന്റ്സ് കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്തൊക്കെ കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനെ ആവാൻ പാടില്ല, അതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മളിവിടെ പഠിച്ചത് അല്ലെ. എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് മീൻസ് സെറ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾ എന്ന ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് മീൻസ് set of well defined principles which governs the way communication taking place between sellers and buyers. അതായത് സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അഡ്വർടൈസ്മെന്റ്. അപ്പൊ ആ ഒരു അഡ്വർടൈസ്മെന്റ് ഏത് രീതിയിൽ നടക്കണം അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് നടക്കേണ്ടത് അതിനെ പറ്റിയായിരിക്കും നമ്മൾ ഇവിടെ കൂടുതൽ ഡീൽ ചെയ്യാൻ പോണേ അല്ലെ. അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതായിരിക്കും നമ്മൾ ഇവിടെ ഡീൽ ചെയ്യും. ഓക്കെ, അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷനിൽ നമ്മൾ നോക്കി എന്തൊക്കെയാണ് മെയിൻലി ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ വരുമ്പോൾ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ അൺഎത്തിക്കലായ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് അഡ്വർടൈസ്മെന്റ്സിൽ വന്നത്, അതാണ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈലി വിസിബിൾ ബിസിനസ് ആണ് അല്ലെ. നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുന്ന നാലാൾക്കാരെ കാണിക്കാനാണല്ലോ, നാലാൾക്കാരല്ല നമ്മളെല്ലാം കസ്റ്റമേഴ്സിനെ കാണിക്കാനാണല്ലോ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ എത്ര ആൾക്കാർ കാണുന്ന ഒരു സംഭവമായ കണ്ടു തന്നെ അതിൽ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആൾക്കാർ പെട്ടെന്ന് നോട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഓർഗനൈസേഷന്റെ സൈഡിൽ ഉണ്ടായാൽ അത് നമ്മുടെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് നെഗറ്റീവ് ആയിട്ട് ബാധിക്കും. അപ്പോൾ ജനറലി എന്തൊക്കെ തെറ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അഡ്വർടൈസ്മെന്റിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസ്, എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അത്? ജനറലി വൾഗാരിറ്റി അല്ലെങ്കിൽ ഒബ്സീനിറ്റി യൂസ് ടു ഗെയിൻ കസ്റ്റമേഴ്സ് അറ്റൻഷൻ. കസ്റ്റമറിന്റെ ഒരു അറ്റൻഷൻ തിരിച്ചെടുക്കാൻ നമ്മൾ എന്തെങ്കിലും വൾഗർ ആയിട്ട് കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ, അശ്ലീല കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ അതൊരു തെറ്റായ കാര്യം, അതങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ തെറ്റായ കാര്യമാണ് മിസ്ലീഡിങ് ഇൻഫോർമേഷൻ. കസ്റ്റമേഴ്സിന് തെറ്റായ ഇൻഫോർമേഷൻ കൊടുക്കുന്നത്, അതും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു വേർഡാണ്, നിങ്ങൾ കേൾക്കാത്ത ഒരു വേർഡായിരിക്കും പഫറി. പഫറി എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റഡ് ക്ലെയിംസ്. എക്സാജറേറ്റഡ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ലാത്ത ഒരു
കാര്യങ്ങൾ പറയാം. അതിനെയാണ് എക്സാജറേറ്റഡ് ക്ലെയിംസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ചില ഒരു അമേരിക്കൻ പിസ്സേന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ പറയാണ്ട് നമ്മളെ പിസ്സ ഈ പറഞ്ഞ പോലെ ഇസ്ത്രിയിട്ട തുണി പോലെയാണ്, അയേൺഡ് പിസ്സ എന്നൊക്കെ പറയും. ഒരിക്കലും നമുക്കൊരു പിസ്സ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫുഡ് ഐറ്റംസ് ഇങ്ങനെ പറഞ്ഞ പോലെ ഇസ്ത്രി ഇട്ട പോലെ അല്ലെങ്കിൽ അയൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ എക്സാജറേറ്റഡ് ക്ലെയിം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളിനെയാണ് നമ്മൾ പഫറി എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടാകാൻ പാടില്ല. എന്താണ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ജനറലൈസ്ഡ് ബിലീഫ്. അതിനർത്ഥം നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കുന്ന വരില്ലേ, എന്ത് ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിന് ഇങ്ങനത്തെ ഇഷ്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്, അങ്ങനത്തെ ധാരണകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസിന് സൗത്ത് ഇന്ത്യൻസിനെ പറ്റി ചില ധാരണകളുണ്ട്, അതേപോലെ സൗത്ത് ഇന്ത്യൻസിന് നോർത്ത് ഇന്ത്യൻസിനെ പറ്റി ധാരണകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അമേരിക്കൻസിനെ പറ്റി കുറെ ധാരണകളുണ്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിന് നമ്മളെ പറ്റി ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസിനെ പറ്റി ചില ധാരണകളുണ്ട്. അങ്ങനെ ധാരണകളുടെ ആധാരത്തിൽ നമുക്ക് ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ പാടില്ല. അതിനാണ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അഡ്വർടൈസ്മെന്റിൽ സ്റ്റീരിയോ ടൈപ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതേപോലെ റേഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ ഏഷ്യൻസ് അങ്ങനെ നമ്മൾ പറഞ്ഞ ആരെയും ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെയും വേർതിരിച്ചുകൊണ്ട് ഒരിക്കലും അഡ്വർടൈസ്മെന്റ് ഉണ്ടാവാൻ പാടില്ല, അല്ലെ? ഒരിക്കലും കറുത്ത വർഗ്ഗക്കാരെ നമ്മൾ താത്തി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏഷ്യൻസിനെ താത്തി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെളുത്ത വർഗ്ഗക്കാരെയൊക്കെ താത്തി കാണിച്ചുകൊണ്ട്, അങ്ങനെ അതിനൊക്കെ നമ്മൾ റേഷ്യൽ ഇഷ്യൂസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റേസിസം എന്നാണ് പറയുന്നത്. അപ്പൊ റേസിസം നമ്മളെ അഡ്വർടൈസ്മെന്റിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ കോൺട്രവേഴ്ഷ്യൽ പ്രോഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ്സ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കോൺട്രവേഴ്ഷ്യൽ പ്രോഡക്ട്സ് പറഞ്ഞാൽ ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണിക്കാനും പാടില്ല, ഉണ്ടാക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. ആൽക്കഹോൾ, ഗാംബ്ലിംഗ്, ടൊബാക്കോ, സിഗരറ്റ്സ്, ഇതിനൊന്നും ആഡ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാം സിനിമ തുടങ്ങുമ്പോൾ ടൊബാക്കോ സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്, ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. കാരണം ഇത് തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ എവിടെയും തന്നെ ഇതിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മൾ എവിടെയും സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസ്, അല്ലെ? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അഡ്വർടൈസ്മെന്റ് നമുക്ക് എന്തൊക്കെ കാണിക്കാൻ പാടില്ല എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിനെ കുറച്ചുകൂടി ഫോർമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സെറ്റ് റൂൾസ് ഉണ്ടാക്കാൻ ഒരു നമുക്ക് ഇന്ത്യ തന്നെ അഡ്വർടൈസ്മെന്റ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആസ്കിൻ എന്ന് ഷോർട്ട് ഫോമിൽ പറയാം. ആസ്കിന്റെ ഫുൾ ഫോം ഇവിടെ അഡ്വർടൈസ്മെന്റ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു സ്ഥാപനമാണ് വിച്ച് റെഗുലേറ്റ്സ് അഡ്വർടൈസ്മെന്റ്സ് ഇൻ ഇന്ത്യ. അവര് ചില ചട്ടങ്ങൾ അല്ലെങ്കിൽ ചില നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ആ റൂൾസിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റിൽ ഒരു കമ്പനി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. അതൊരു 5-6 റൂൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് വായിച്ച് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യത്തെ റൂൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റ് റിലീജിയസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിലീഫ്, ഏതെങ്കിലും ഒരു പ്രത്യേക റിലീജിയൻ, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിലീഫിനെ എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പറയാനേ പോലത്തെ അഡ്വർടൈസ്മെന്റ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ ഡിഫക്ട്സ്, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എടുത്ത് പറഞ്ഞിരിക്കുന്ന ഡിഫക്ട്സ്, അങ്ങനത്തെ കേടായ പ്രൊഡക്ട്സിന്റെ ഒന്നും അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവർ കിട്ടും, അങ്ങനെ തെറ്റായ കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല, അല്ലെ? നമുക്കിപ്പോ ചില ആഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? നമ്മൾ ഈ പെപ്സി ഒക്കെ കുടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിന് മറ്റേ ട്രെയിനിലോട്ടൊക്കെ ചാടാൻ പറ്റും. അതൊക്കെ സൂപ്പർ നാച്ചുറൽ പവർ ആണ്. അതൊന്നും സത്യം പറഞ്ഞാൽ കാണിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആഡൊക്കെ കാണിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിയിലൊരു സ്റ്റാർ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇതൊന്നും കാണിക്കണ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണ്, ഇതൊന്നും സത്യമല്ല എന്ന് അവർ എഴുതിയിട്ടുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കണില്ല എന്നാണ് കാരണം. പക്ഷെ അങ്ങനെ അത് കാണിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഓക്കെ, അതിന്റെ അർത്ഥം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ ഒരു മനുഷ്യൻ സൂപ്പർ നാച്ചുറൽ ആവുമെന്ന് കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സസീവ്ലി ലൗഡ് ആവാൻ പാടില്ല. അതിന്റെ അർത്ഥം കുറെ ഒച്ചയും ബഹളം ഇൻഡോർ അഡ്വർടൈസ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. കാരണം മനുഷ്യന് കേൾവശേഷിക്ക് ഒരു ചെറിയ 120 ഡെസിബിൾ ആ ഒരു ലെവലില് മനുഷ്യന് ഈ അതിനൊക്കെ മുകളിലുണ്ട് എല്ലാം നോയ്സ് അല്ലെങ്കിൽ എല്ലാം സൗണ്ട് മനുഷ്യന്റെ ഇയറിന് വേണ്ടി നല്ലതല്ല. അതുകൊണ്ട് ആ ഒരു സൗണ്ട് ലെവലിന് മുകളിൽ സൗണ്ട് ലെവലിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ കുട്ടികളെ തെറ്റായ 5ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് അൺഹെൽത്തി പ്രാക്ടീസ്. അടുത്ത കുട്ടികളെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അതിൽ വല്ല സ്റ്റണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൽ വലിയ
ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവർ അതിനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവുന്ന പോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനോ അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ല. അത് പോരാണ്ട് ഒഫെൻസീവ്, ഇൻഡീസെന്റ്, സജസ്റ്റീവ്, വൾഗർ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, അത് അശ്ലീലമായ കാര്യങ്ങളൊന്നും പറയുന്ന അഡ്വർടൈസ്മെന്റ് നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പാടില്ല. അവോയ്ഡ് ചെയ്യണം എന്നല്ല, ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു 6 റൂൾസ് ആസ്കി തന്നിട്ടുണ്ട്. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ബിലീഫിന് അഗേൻസ്റ്റ് ഒന്നും പറയാൻ പാടില്ല. പിന്നെ ഡിഫക്റ്റീവ് പ്രൊഡക്ട്സിനെ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് സൂപ്പർ നാച്ചുറൽ പവർ കിട്ടുമെന്ന് കാണിക്കാൻ പാടില്ല. എക്സസീവ് ലൗഡ് ആയ അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. ആൻഡ് പിള്ളേരെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കോപ്പി ചെയ്തിട്ട് അവർക്ക് പ്രശ്നങ്ങൾ വന്ന രീതിയിൽ നമ്മളൊന്നും തന്നെ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ചില പ്രോഗ്രാമുകളിലും ചില അഡ്വർടൈസ്മെന്റിലും നമ്മൾ എടുത്തു പറയുന്നത് ദിസ് ഷുഡ് നോട്ട് ബി കോപ്പീഡ് അറ്റ് ഹോം. ഇത് വീട്ടിൽ നിങ്ങൾ ശ്രമിച്ച് നോക്കരുത് പിള്ളേരോട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ WWF ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ WWE പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എപ്പോഴും പ്രോഗ്രാം തുടങ്ങുന്ന മുമ്പ് കാണിക്കാണ്ട് ഇതിൽ കാണിക്കുന്ന സ്റ്റൺസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനാണ് കുട്ടികൾ ഇത് വീട്ടിൽ കണ്ട് കോപ്പി അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ആ ഒരു റൂളാണ് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റില് നമ്മൾ പറഞ്ഞു ഒഫെൻസീവ്, ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ അശ്ലീലമായിട്ട് കാണിക്കണ, അല്ലെങ്കിൽ അവരെ ദുഃഖപ്പെടുത്തണ ഒന്നും തന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ഇതായിരുന്നു എത്തിക്സ് ഇൻ അഡ്വർടൈസിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കാണിക്കാൻ പാടും, എന്തൊക്കെ കാണിക്കാൻ പാടില്ല, അത് റൂൾ പ്രകാരം അല്ലെങ്കിൽ മൊറാൽ പ്രിൻസിപ്പിൾസ് പ്രകാരം പറയുന്നതിന് ആണ് നമ്മൾ എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ പാടില്ല എന്ന് എടുത്ത് ആസ്കി എന്ന് പറഞ്ഞ സ്ഥാപനം അല്ലെങ്കിൽ ആസ്കി എന്ന് പറഞ്ഞ ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ മെയിൻ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റും, പിന്നെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആൻഡ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റിനെ പറ്റി നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രോസസ് എന്താണ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ആസ് സച്ച് ഒരു 7 മാർക്ക് 8 മാർക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ചെറിയൊരു ടോപ്പിക്കാണ്. വീണ്ടും ഞാൻ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ അഡ്വർടൈസിംഗിന്റെ എല്ലാ ടോപ്പിക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ, സ്ലൈഡ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതേപോലത്തെ ഒരു ടോപ്പിക്കാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. എന്താണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്, ഒരു അഡ്വർടൈസിംഗ് ബഡ്ജറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സും എന്തൊക്കെയാണ്, ചെറിയ ചെറിയ 3 ടോപ്പിക്കാണ്. നമുക്കത് എന്താണെന്ന് നോക്കി പഠിക്കാം. എന്തായിരിക്കും അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്? നിങ്ങൾക്ക് അറിയായിരിക്കാം എന്താണ് ബഡ്ജറ്റ്. നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? നമ്മളെ കയ്യിലുണ്ട പണങ്ങൾ, നമ്മളെ കയ്യിലുണ്ട മണി അല്ലെങ്കിൽ പണം നമ്മൾ എങ്ങനെ ചെലവ് ചെയ്യണം, അതിന്റെ ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയാം അല്ലെ? ഇപ്പൊ യൂണിയൻ ബഡ്ജറ്റ് വന്നു അല്ലെ? ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺട്രി ഫെബ്രുവരി മാസത്തിൽ യൂണിയൻ ബഡ്ജറ്റ് ഉണ്ടാക്കാറുണ്ട്. സ്റ്റേറ്റ് ബഡ്ജറ്റ് ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മളെ സംസ്ഥാനം ബഡ്ജറ്റ് ഇറക്കാറുണ്ട്. ബഡ്ജറ്റ് ജനറലി എന്തായിരിക്കും കാണിക്കുന്നത്? 2 കാര്യമായിരിക്കും മെയിൻലി കാണിക്കുന്നത് ബഡ്ജറ്റിൽ. നമുക്ക് എത്ര വരുമാനമുണ്ട്, നമ്മൾ എന്തൊക്കെ ചെലവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എപ്പോഴും നമുക്കിന്റെ വരുമാനത്തിന്റെ പോലെ തന്നെ ആയിരിക്കും നമ്മൾ ചെലവ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അതേ രീതിയിലാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. അഡ്വർടൈസിംഗ് ബഡ്ജറ്റിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി അഡ്വർടൈസ് ചെയ്യാൻ നമ്മൾക്ക് എത്ര പണം ഉണ്ട്, ആൻഡ് ആ പണം എങ്ങനെ നമ്മൾ ചെലവ് ചെയ്യണം, ഏത് അഡ്വർടൈസ്മെന്റിൽ ഏത് രീതിയിൽ ചെലവ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് പറയുന്നത്. അപ്പോ എന്താണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്? ഇറ്റ്സ് എ പ്ലാൻ എന്ന് പറയാം. എന്തിന്റെ പ്ലാൻ? എങ്ങനെയാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യേണ്ടത്, എത്ര പൈസയിൽ അല്ലെങ്കിൽ എത്ര പണത്തിലാണ് നമ്മൾ അഡ്വർടൈസിംഗ് ചെയ്യേണ്ടത്, അത് എടുത്തിരിക്കുന്ന പ്ലാനിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് പറയുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. An advertising budget is the amount a company set aside for its promotional activity. Amount പറഞ്ഞാൽ മണി. ഓക്കെ, അപ്പൊ ഒരു അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റിയിൽ അഡ്വർടൈസ്മെന്റ് വരും, സെയിൽസ് പ്രൊമോഷനും വരും, PR-ഉം വരും, പബ്ലിസിറ്റിയും വരും. നമ്മൾ മാർക്കറ്റിംഗിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗിന്റെ 4 P'ല് 4ാമത്തെ P ആണ് പ്രൊമോഷൻ. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിലൊക്കെ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷൻസ് ചെയ്യാൻ പറ്റും അല്ലെ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രോഡക്റ്റിന് വേണ്ടി, ആ പ്രോഡക്റ്റിന് അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ, ആ പ്രോഡക്റ്റിന് വേണ്ടി സെയിൽസ് പ്രൊമോഷൻ ഉണ്ടാക്കാൻ നമ്മളൊരു തുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് മാറ്റി വെക്കും. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ, ആ ഒരു പ്രോസസ്സിനെയും ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്.
വീണ്ടും ഞാൻ വായിക്കാൻ, അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഇസ് ദ എമൗണ്ട് കമ്പനി സെറ്റ് അസൈഡ് എന്ന് മാറ്റി വെക്കും ഫോർ ഇറ്റ്സ് പ്രൊമോഷണൽ ആക്ടിവിറ്റി. എന്നിട്ട് ഒരു കമ്പനി അവർക്ക് അവരുടെ പ്രോഡക്ട്സിന് വേണ്ടി ചെയ്യേണ്ട അഡ്വർടൈസിംഗിന് വേണ്ടി എമൗണ്ട് മാറ്റി വെക്കുന്ന ഒരു പ്രോസസ്സിനാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് വെച്ച് അവർ മാത്രം അഡ്വർടൈസിംഗിന് വേണ്ടി ചെലവ് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഒരു കമ്പനി പറയും ഈ വർഷത്തേക്ക് ഞാൻ ഒരു 10 കോടി രൂപ മാത്രം അഡ്വർടൈസിംഗിന് വേണ്ടി മാറ്റണം, എന്റെ എല്ലാ പ്രോഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് വേണ്ടി ടോട്ടൽ ഞാൻ 10 കോടി തന്നു എന്ന് പറഞ്ഞാൽ 10 കോടിയാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. ആ 10 കോടിയിലായിരിക്കണം ആ കമ്പനി ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റിന്റെ എല്ലാവിധ പ്രൊമോഷണൽ ആക്ടിവിറ്റി, അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് പറയുന്നത് അല്ലെ. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഓക്കെ, സെക്കൻഡ് പോയിന്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഈസ് യൂസ്ഡ് ബൈ എ കമ്പനി ഫോർ മേക്കിംഗ് the product and services to the for marketing the product and services to the customer. എന്നിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും സർവീസസിനെ കസ്റ്റമേഴ്സിലോട്ട് മാർക്കറ്റ് ചെയ്യാൻ. മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ വന്നു, എല്ലാം ഈ പറഞ്ഞ പോലെ സെയിൽസ് പ്രൊമോഷൻ ടൂൾസും അഡ്വർടൈസിംഗ് ഒക്കെ വന്നു. ബേസിക്കലി അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്താണ്? ഈസ് യൂസ്ഡ് ബൈ എ കമ്പനി ടു അഡ്വർടൈസ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ടു കസ്റ്റമേഴ്സ് നമുക്ക് എടുത്തു പറയാം, അല്ലെങ്കിൽ ടു പ്രൊമോട്ട് എ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ടു ദ കസ്റ്റമേഴ്സ് നമുക്ക് അവിടെ എടുത്തു പറയാം. ഓക്കെ, ഇതിനർത്ഥം അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് യൂസ്ഡ് ബൈ എ കമ്പനി ടു പ്രൊമോട്ട് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിനോട്ട് നമ്മളെ പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും ഈ പറഞ്ഞ പ്രൊമോഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിനാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് വരിക. തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഇൻക്ലൂഡ്സ് മണി ഫോർ ഡൂയിങ് അഡ്വർടൈസിംഗ് റിസർച്ച്, മേക്കിംഗ് ക്രിയേറ്റീവ് ആഡ്സ്, printing materials, allocating money to different media and ensuring proper implementation of ad campaign. അപ്പൊ ഈ ഒരു പറഞ്ഞിരിക്കുന്ന തുക അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് വിച്ച് ഈസ് ഫോർ അഡ്വർടൈസിംഗ്, ഇത് വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് വെച്ച് നമുക്ക് അഡ്വർടൈസിംഗ് റിസർച്ച് നടത്താം, സ്റ്റഡി നടത്താം അല്ലെ. പിന്നെ പുതിയ ആഡ് അല്ലെങ്കിൽ മേക്കിംഗ് ക്രിയേറ്റീവ് ആഡ്സ് എന്ന് പറഞ്ഞാൽ പുതിയ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാക്കാം. പ്രിന്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പൈസ ഇതിൽ വെച്ച് ചെലവ് ചെയ്യാം. എന്ത് പ്രിന്റിംഗ് മെറ്റീരിയൽസ്? അഡ്വർടൈസ്ഡ് മെറ്റീരിയൽസിന് പ്രിന്റ് എടുക്കാൻ, വല്ല പോസ്റ്ററോ അല്ലെങ്കിൽ വല്ല പോസ്റ്ററോ അതിനൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെലവ് ചെയ്യാം. പിന്നെ അഡ്വർടൈസിംഗ് മീഡിയ, നമ്മൾ കാണിക്കാൻ പോകുന്ന അഡ്വർടൈസ്മെന്റ് ഏതെങ്കിലും ന്യൂസ് ചാനലിലായിരിക്കാം, അല്ലെങ്കിൽ റേഡിയോ ചാനലിലായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലായിരിക്കാം. അവർ ഫ്രീ ആയിട്ട് കാണിക്കില്ലല്ലോ, അവർക്ക് നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് പൈസ ഈ അഡ്വർടൈസിംഗ് ബഡ്ജറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഓവറോൾ ഈ പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം, പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേറെ കോസ്റ്റ് യൂസ് ചെയ്തു, പ്രോഡക്റ്റിന് നമ്മൾ പാക്കേജിംഗ് ഒക്കെ ചെയ്യാൻ വേറെ കോസ്റ്റ് യൂസ് ചെയ്തു, പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേറെ കോസ്റ്റ് യൂസ് ചെയ്യുന്നു. അതേപോലെ പ്രോഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യാൻ, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിന് ഇൻഫോർമേഷൻ ജനങ്ങൾ വരെ എത്തിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിന് വേണ്ടി നമ്മൾ ഒരു തുക അല്ലെങ്കിൽ കമ്പനി ഒരു തുക അല്ലെങ്കിൽ എമൗണ്ട് മാറ്റി വെക്കും. അതിനെയാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട് വെച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ അഡ്വർടൈസിംഗ് റിസർച്ചും പുതിയ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുന്നതും പ്രിന്റിംഗ് മെറ്റീരിയൽസും മീഡിയക്ക് കൊടുക്കേണ്ട പൈസ ഒക്കെ നമ്മൾ അത് വെച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡ്വർടൈസിംഗ് ബഡ്ജറ്റിന്റെ പൈസ വെച്ചായിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്താണ്. 2 മാർക്കിനും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജനറലി 6-7 മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്താണെന്ന്. 8 മാർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് എഴുതണം. അതിന്റെ ഇനി പഠിക്കാൻ പറഞ്ഞ 2 ടോപ്പിക്, അതിന്റെ പ്രോസസ് എന്താണെന്നും അത് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നും നമ്മൾ അതിന്റെ കൂടെ തന്നെ എഴുതേണ്ടി വരും. അപ്പൊ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പോകേണ്ട അടുത്ത ടോപ്പിക് ആണ് ഫാക്ടേഴ്സ് എഫക്ടിങ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് അല്ലെ. ഓരോ പ്രോഡക്റ്റിന് ഒരേപോലെ എല്ലാവർക്കും നമ്മൾ പൈസ അലോക്കേറ്റ് ചെയ്യണം. ഓരോ കമ്പനി അവരുടെ പ്രോഡക്റ്റിന് അഡ്വർടൈസിംഗിന് വേണ്ടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചില കമ്പനി അത്രയും പൈസ ചെലവ് ചെയ്യില്ല, ചെറിയ എമൗണ്ടിൽ തന്നെ ചെയ്യും. ചില കമ്പനി കൂടുതൽ എമൗണ്ട് ചെയ്യും. അപ്പൊ എന്താണ് തീരുമാനിക്കുന്നത് ഒരു കമ്പനി എത്ര പൈസ അല്ലെങ്കിൽ എത്ര ബഡ്ജറ്റ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് എന്ത് ഘടകങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ കാര്യം തീരുമാനിക്കുന്നത്? അതിനാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ഫാക്ടേഴ്സിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് അല്ലെ. മാർക്കറ്റിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ട് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്യുക. ചിലപ്പോൾ കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ നമുക്ക് അത്രയും അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത്ര അഡ്വർടൈസ്മെന്റ് നടത്തേണ്ട കാര്യമില്ല. കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിലോ നമുക്ക് ചിലപ്പോൾ കൂടുതൽ മണി അല്ലെങ്കിൽ പൈസ
മുടക്കേണ്ടി വരും അല്ലെ. അപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് എത്ര കോമ്പറ്റീഷൻ ഉണ്ട് അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മളെ അഡ്വർടൈസിങ് ബഡ്ജറ്റ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമായിരിക്കും അത് അല്ലെ. മാർക്കറ്റ് ടൈപ്സ് നമ്മൾ എക്കണോമിക്സിൽ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു മാർക്കറ്റ് ടൈപ്സ്? മോണോപോളി, ഡുവോപോളി, ഒലിഗോപോളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് മോണോപോളി? മോണോപോളി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന മാർക്കറ്റിൽ ആ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ, അവർക്ക് വല്ല കോമ്പറ്റീഷനേ ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്തായിരിക്കും അഡ്വർടൈസിങ് ബഡ്ജറ്റ്? അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് കമ്പനിക്ക് ഈ പറഞ്ഞ പോലെ പൈസ അല്ലെങ്കിൽ അഡ്വർടൈസിങ് ബഡ്ജറ്റിൽ കൂടുതൽ പൈസ ഒന്നും മാറ്റി വെക്കേണ്ടി വരില്ല. കാരണം അവർക്ക് കോമ്പറ്റീഷൻ ഇല്ലല്ലോ. അവർക്ക് ആരോടും കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ കസ്റ്റമർ അഡ്വർടൈസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതേ പ്രൊഡക്റ്റ് മേടിക്കാൻ അവർക്ക് വേറെ മാർഗമില്ലല്ലോ, വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഇതേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ മോണോപോളി പോലത്തെ കണ്ടീഷനിലൊക്കെ എന്തായിരിക്കും അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഉണ്ടാവുക തന്നെ ഇല്ല, അല്ലെങ്കിൽ ചെയ്യാൻ തന്നെ ഉണ്ടാവില്ല. നമുക്കൊന്ന് വായിച്ചു നോക്കാം സ്ലൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്, അത് വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഫാക്ടർ എന്താ? ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ കോമ്പറ്റീഷൻ 3 ടൈപ്പ് ഉണ്ടാവണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒലിഗോപോളി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്, ഒരു 10-15 ആൾക്കാരുണ്ട് ഒരേ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ തന്നെ 10-15 പേരുണ്ടെന്ന് വെച്ചോ. ഡുവോപോളി എന്ന് പറഞ്ഞാൽ 2 പേരേ ഉള്ളൂ മാർക്കറ്റിൽ, 2 കമ്പനീസേ ഉള്ളൂ, അവർ തമ്മിലാണ് കോമ്പറ്റീഷൻ. ആൻഡ് അതേപോലെ മോണോപോളി എന്ന് പറഞ്ഞാൽ ഒറ്റ കമ്പനി മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, എന്നിട്ട് അവിടെ കോമ്പറ്റീഷൻ ഇല്ല. പിന്നെ എന്താ എഴുതിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. A monopoly firm does not have to worry about the promotional spends as it is the only player in the market. അർത്ഥം മോണോപോളി എന്ന് പറഞ്ഞാൽ വേറെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത കാരണം അവർക്ക് ഈ അഡ്വർടൈസിങ് ബഡ്ജറ്റിൽ പൈസ ഒന്നും സ്പെൻഡ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് ബഡ്ജറ്റ് വച്ചില്ലെങ്കിലും അഡ്വർടൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് അവർക്ക് അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഉണ്ടാവില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതേസമയത്ത് ഡുവോപോളി ആകുമ്പോൾ എന്താണ്? 2 പേരുണ്ട്. For duopoly, where market is dominated by 2 dominant players, the promotional budget would be high to outperform each other. അപ്പൊ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ 2 കമ്പനിയേ ഉള്ളൂ മാർക്കറ്റിൽ. അങ്ങനത്തെ കേസിൽ 2 പേരും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലെ. 2 പേരേ ഉള്ളൂല്ലോ. അപ്പൊ ഒരു 100 കസ്റ്റമർ ഉണ്ടെങ്കിൽ 2 പേരും ട്രൈ ചെയ്യും എല്ലാ കസ്റ്റമേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് മേടിക്കട്ടെ. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താവും? നമുക്ക് കൂടുതൽ പൈസ അഡ്വർടൈസ്മെന്റിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ. നമ്മൾ എപ്പോഴും നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി അത്രയും കൂടുതൽ പൈസ അവർ ചെലവിനേക്കാൾ കൂടുതൽ നമുക്ക് ചെലവ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും? അഡ്വർടൈസിംഗിന്റെ ബഡ്ജറ്റ് കൂടുതലായിരിക്കും. സോ അഡ്വർടൈസിംഗിന്റെ ബഡ്ജറ്റ് അവിടെ ഹൈ ആയിരിക്കും. ഇവിടെ ഈ ഫാക്ടേഴ്സ് എഫക്ടിങ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താ പഠിക്കുന്നത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഒരു കമ്പനി തീരുമാനിക്കുന്ന അഡ്വർടൈസിംഗ് ബഡ്ജറ്റിൽ എങ്ങനെയാണ് ചേഞ്ചസ് വന്നതാണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടു മോണോപോളി ആണെങ്കിൽ അഡ്വർടൈസിംഗ് ബഡ്ജറ്റേ ഉണ്ടാവില്ല. സെക്കൻഡ് കേസ് പറഞ്ഞ ഡുവോപോളി ആണെങ്കിൽ നല്ല ഹൈ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യാൻ കുറെ പൈസ മാറ്റി വെക്കേണ്ടി വരും കമ്പനിക്ക്. നെക്സ്റ്റ് കേസ് എന്താ? ഇൻ ഒലിഗോപോളി മാർക്കറ്റ് വെർ മാർക്കറ്റ് ഇസ് ക്ലസ്റ്റേർഡ് അല്ലെങ്കിൽ ക്ലട്ടേർഡ് ആൻഡ് ദേർ ആർ മെനി പ്ലേയേഴ്സ്, കുറെ കോമ്പറ്റീഷൻ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. പ്രൊമോഷണൽ സ്പെൻഡ് ഹാസ് ടു ബി ഹയർ ആസ് ദ ഫ്രീക്വൻസി ഓഫ് അഡ്വർടൈസ്മെന്റ് ഈസ് ടു ബി ഇൻക്രീസ് ടു ബി ഗെറ്റ് നോട്ടീസ്. ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഒരേ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കുറെ കമ്പനികൾ ഉണ്ടെങ്കിൽ അവിടെയും അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് ഹൈ ആയിരിക്കും, അവിടെയും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും അഡ്വർടൈസ്മെന്റിന് വേണ്ടി. എന്തുകൊണ്ടാ? കാരണം ഒരേ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കുറെ പേരുണ്ട്, എല്ലാവരും ഇതിനെപ്പറ്റി അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനിയുടെ അഡ്വർടൈസിംഗ് മാനേജർ ആണെങ്കിൽ നമ്മളും കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യേണ്ടി വരും, കൂടുതൽ തവണ അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടി വരും. അതാണ് മൾട്ടിപ്പിൾ ടൈംസ്. Frequency of the advertisement has to be increased to get noticed among many players. അർത്ഥം നമ്മൾ കുറെ ആൾക്കാർ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് തന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൂടുതൽ തവണ മീഡിയയിൽ കാണിക്കേണ്ടി വരും. സോ ദാറ്റ് കസ്റ്റമർ നമ്മളുടെ പ്രൊഡക്റ്റിനെ ഫെമിലറൈസ് ആവാനും കണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിനെ ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യേണ്ടി വരും. സോ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എത്രയുണ്ട് അതാണ് ഫസ്റ്റ് ഫാക്ടർ വിച്ച് എഫക്ട്സ് ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. ഒട്ടും കോമ്പറ്റീഷൻ ഇല്ല, മൊണോപോളി പോലത്തെ കണ്ടീഷൻ ആണെങ്കിൽ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് വളരെ ലോ മതി, അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡുവോപോളി അല്ലെങ്കിൽ ഒലിഗോപോളി ആണെങ്കിൽ അവിടെ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ ഉണ്ട് കാരണം നമുക്ക് നല്ല രീതിയിൽ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ പറഞ്ഞ പോലെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റിന്റെ ഫസ്റ്റ് എഫക്ട് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ. സെക്കൻഡ് ഫാക്ടർ എന്താണ്? മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ മാർക്കറ്റിംഗ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ സർവീസ് സെന്റർ മാനേജ്മെന്റിലൊക്കെ ഞാൻ ഇപ്പോൾ പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മാർക്കറ്റ് ഷെയർ? മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പൊ എത്ര കസ്റ്റമർ ഉണ്ട്, അതിന്റെ എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ, ടോട്ടൽ പോപ്പുലേഷന്റെ എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ നമ്മളുടെ കസ്റ്റമർ ആണ്, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഷെയർ എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇപ്പൊ 100 ആൾക്കാരുണ്ട് മാർക്കറ്റിൽ, അതിൽ 100 കസ്റ്റമർ ഉണ്ട്, 100 കസ്റ്റമേഴ്സ് ആർ ദയർ ഇൻ മാർക്കറ്റ് നിങ്ങൾ വെച്ചോളൂ. ആ 100 കസ്റ്റമറിൽ 40 കസ്റ്റമർ എന്റെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ 100 ഈ പറഞ്ഞ പോലെ പീപ്പിൾ, ഈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ മാർക്കറ്റ് 100 ആണെന്ന് വെച്ചോളൂ. അതിൽ 40 അല്ലെങ്കിൽ 40 കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ 40 പീപ്പിൾ നമ്മളെ പ്രോഡക്റ്റ് മേടിക്കണം, നമ്മളെ കസ്റ്റമർ ആണെങ്കിൽ എന്റെ മാർക്കറ്റ് ഷെയർ 40% ആയിരിക്കും. അതേസമയത്ത് എന്റെ കോമ്പറ്റീറ്ററിന്റെ പ്രോഡക്റ്റ് മേടിക്കുന്ന ആൾക്കാർ ബാക്കി 60 പേരാണെങ്കിൽ കോമ്പറ്റീറ്ററിന്റെ മാർക്കറ്റ് ഷെയർ 60% ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഒരു മാർക്കറ്റ് ലീഡർ ഉണ്ടാവാറുണ്ട് ആൻഡ് മാർക്കറ്റ് ഫോളോവർ ഉണ്ടാവാറുണ്ട്. ആരാണ് മാർക്കറ്റ് ലീഡർ? ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു കമ്പനി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും എപ്പോഴും മാർക്കറ്റ് ലീഡർ. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിമ്മിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ലീഡർ ജിയോ ആണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഇപ്പൊ ജിയോ എന്നാണ്. സെക്കൻഡ് മാർക്കറ്റ് ഫോളോവർ ആരാണ്? എയർടെൽ ആണ്, ഐഡിയ ആണ്, അല്ലെ? അവർ ലീഡറിനെ ഫോളോ ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ലീഡേഴ്സും മാർക്കറ്റ് ഫോളോവേഴ്സും പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ വിച്ച് എഫക്ട്സ് ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഈസ് ദ വെദർ ദ കമ്പനി, നമ്മളെ കമ്പനി മാർക്കറ്റ് ലീഡർ ആണോ മാർക്കറ്റ് ഫോളോവർ ആണോ. കാരണം നമ്മൾ ഒരു മാർക്കറ്റ് ഫോളോവർ ആണെങ്കിൽ, നമ്മളെ കമ്പനി ഒരു മാർക്കറ്റ് ഫോളോവർ ആണെങ്കിൽ ലീഡർ എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, എന്റെ മാർക്കറ്റ് ലീഡർ എത്ര പൈസയാണ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫോളോവറിനും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ജനറലി അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് ഓഫ് എ മാർക്കറ്റ് ഫോളോവർ ഈസ് എ കോപ്പി ഓഫ് മാർക്കറ്റ് ലീഡർ, അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഓഫ് എ മാർക്കറ്റ് ലീഡർ, അങ്ങനെയായിരിക്കും അത് നമ്മൾ പറയേണ്ടത്. സോ സെക്കൻഡ് ഫാക്ടർ എന്താണ്? നമ്മളെ മാർക്കറ്റ് ഷെയർ എന്താണ്, നമ്മൾ മാർക്കറ്റ് ലീഡർ ആണോ മാർക്കറ്റ് ഫോളോവർ ആണോ, അത് തീരുമാനിക്കും നമ്മളുടെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എത്ര ആയിരിക്കണം എന്ന്. നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ഈ പറഞ്ഞ സ്ലൈഡിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. The advertising budget for a market follower will decided by അല്ലെങ്കിൽ will be decided by the tactics അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓഫ് ദ മാർക്കറ്റ് ലീഡർ. ഇപ്പൊ ലീഡർ എന്താ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും മാർക്കറ്റ് ഫോളോവറിന്റെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഉണ്ടാവുക. To improve market share, one of the investment is to increase the promotional spend. Thus, where a company stands in market share, deciding factor of the advertising budget. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ലീഡർ ആണോ മാർക്കറ്റ് ഫോളോവർ ആണോ അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് വിച്ച് ഡിസൈഡ്സ് നമ്മൾ എത്ര പണം അല്ലെങ്കിൽ എത്ര പൈസ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഫസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു? മാർക്കറ്റിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ട്. സെക്കൻഡ് ഫാക്ടർ എന്താണ്? നമ്മൾ മാർക്കറ്റ് ലീഡർ ആണോ മാർക്കറ്റ് ഫോളോവർ ആണോ. നമ്മൾ മാർക്കറ്റ് ഫോളോവർ ആണെങ്കിൽ നമ്മൾക്ക് മാർക്കറ്റ് ലീഡർ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അവർ എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത് അത്രയും രീതിയിൽ തന്നെ നമുക്കും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് സെക്കൻഡ് ഫാക്ടർ എഫക്റ്റിംഗ് ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഇസ് ദ മാർക്കറ്റ് ഷെയർ. തേർഡ് ഫാക്ടർ എന്താ? പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇത് നിങ്ങൾ മാർക്കറ്റിംഗിൽ പഠിച്ച ടോപ്പിക്കാണ്. എല്ലാം പ്രോഡക്റ്റിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അത് ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞ് മെച്യൂരിറ്റി വരെ പോയിട്ട് പിന്നെ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ തിരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് ഇല്ലാണ്ടാവുന്ന ഡിക്ലൈൻ സ്റ്റേജ് ആണ്, അല്ലെ? അതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ മാർക്കറ്റിംഗിൽ തേർഡ് സെമിസ്റ്ററിൽ പഠിച്ച കാര്യമാണ്. സോ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഓരോ പ്രോഡക്റ്റിന്റെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് വേറെ വേറെ ആയിരിക്കും. ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസും ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? ആ പ്രോഡക്റ്റിനെ പറ്റി ഇൻഫോർമേഷൻ നമുക്ക് കസ്റ്റമേഴ്സ് വരെ നല്ല രീതിയിൽ എത്തിക്കണം. അങ്ങനെ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനും കൂടുതൽ തവണ അഡ്വർടൈസ്മെന്റ് കാണിക്കേണ്ടി വരും. ഗ്രോത്ത് സ്റ്റേജിൽ എത്തുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ തന്നെ പൈസ ചെലവ് ചെയ്യേണ്ടി വരും അഡ്വർടൈസ്മെന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഹെഡിൽ. കാരണം ഗ്രോത്ത് സ്റ്റേജിലും നമുക്ക് പുതിയ പുതിയ കസ്റ്റമർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ മാർക്കറ്റ് ഷെയർ കൂട്ടണം എന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യും. അതേപോലെ ഡിക്ലൈൻ സ്റ്റേജിൽ എത്തുമ്പോഴോ, ഡിക്ലൈൻ സ്റ്റേജ് എങ്ങനത്തെ സ്റ്റേജ് ആണ്?
അവിടെ പ്രോഡക്റ്റിന്റെ ആവശ്യം അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാണ്ടാവുകയാണ്. കസ്റ്റമർ എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര അഡ്വർടൈസ് ചെയ്താലും കസ്റ്റമർ നമ്മളെ പ്രോഡക്റ്റ് മേടിക്കാൻ പോകില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് പഴയതായി പുതിയ 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 പ്രോഡക്റ്റ് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നു എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എത്ര അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡിക്ലൈൻ സ്റ്റേജിൽ കിടക്കുന്ന പ്രോഡക്റ്റിന് എന്താവും, അഡ്വർടൈസ്മെന്റ് കുറവായിരിക്കും. അപ്പത്തെ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റും അതുപോലെ തന്നെ കുറവായിരിക്കും. അതാണ് തേർഡ് ഫാക്ടർ. നമ്മളുടെ പ്രോഡക്റ്റ് ഏത് ലൈഫ് സൈക്കിൾ സ്റ്റേജ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഏത് സ്റ്റേജിലാണ് അതായിരിക്കും തീരുമാനിക്കുന്നത് നമ്മൾ എത്ര പൈസ അഡ്വർടൈസിങ്ങിന് വേണ്ടി ചെലവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്താണ് ഇതിൽ എഴുതിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. The advertisement budget would be higher at introduction and growth stage, as it has to introduce the product in the market and establish itself among the competitor. So the frequency of the advertisement would be high and so would be the budget. അല്ലെ, അർത്ഥം പുതിയ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അതേ സമയത്ത് ഗ്രോത്ത് സ്റ്റേജിലും നമുക്ക് കുറെ പ്രാവശ്യം അഡ്വർടൈസ്മെന്റ് കാണിക്കേണ്ടി വരും, കസ്റ്റമറിനെ കുറെ അട്രാക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ തവണ അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റിലോട്ട് ഉണ്ടാവുന്ന ബഡ്ജറ്റും കൂടുതലായിരിക്കും. ആസ് ദ പ്രൊഡക്റ്റ് റീച്ചസ് മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ ദ സ്റ്റേജ് ഓഫ് പ്രൊമോഷൻ സ്പെൻഡ് വുഡ് ബി ലോവർ. ഒരു ഡിക്ലൈൻ എത്തിക്കഴിയുമ്പോൾ പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഔട്ട് ആവാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും, എത്ര അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടും കാര്യമില്ല, പുതിയ കസ്റ്റമർ ഒന്നും നമുക്ക് കിട്ടാൻ പോലില്ല, നമുക്ക് കമ്പനിക്ക് മനസ്സിലാവും. ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ് ചെയ്യൽ കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്താവും, അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് കുറയും. സോ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഫാക്ടർ ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഏത് സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ആണ്. നാലാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് ഡിസൈഡ്സ് ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഇസ് ദ അഡ്വർടൈസിംഗ് ഫ്രീക്വൻസി. നമ്മൾ നമ്മളെ പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് എത്ര പ്രാവശ്യം ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടത് അത് നാച്ചുറലി ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് നാച്ചുറലി എഫക്ട് ചെയ്യും നമ്മളെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്താണ്. അല്ലെ, നമ്മളിപ്പോ അഡ്വർടൈസിംഗ് കുറെ തവണ ടിവിയിലും അല്ലെങ്കിൽ റേഡിയോയിലും ആവർത്തിക്കാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി അതിന്റെ കോസ്റ്റ് കൂടുള്ളൂ. അപ്പൊ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് കൂടേണ്ടി വരും. അതേ സമയത്ത് നമ്മൾ അത്രയും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം അഡ്വർടൈസ്മെന്റ് കാണിക്കുള്ളൂ എന്ന് പറയുന്ന കേസ് ആണെങ്കിലോ അവിടെ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് കുറവായിരിക്കും. എക്സാമ്പിൾ ഞാൻ പറയാം, മാരുതി അല്ലെ, നമ്മൾ മാരുതി സുസുക്കി കാർ ഉണ്ടാക്കുന്ന കമ്പനി കേട്ടിട്ടുണ്ട്. അവർ നിരന്തരം അഡ്വർടൈസ്മെന്റ്, റെഗുലർ അഡ്വർടൈസ്മെന്റ്, ഫ്രീക്വന്റ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് അവരുടെ ഈ പറഞ്ഞ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഹൈ ആയിരിക്കും. അതേസമയത്ത് ടാറ്റ മോട്ടോഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ അത്രയും തവണ കാണില്ല ടിവിയിൽ. നിങ്ങൾ ഒരു ദിവസം എണ്ണി നോക്കുവാണെങ്കിൽ മാരുതിന്റെ അഡ്വർടൈസ്മെന്റ് 10 പ്രാവശ്യം കണ്ടാൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം ടാറ്റയുടെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കാണും, ടാറ്റ മോട്ടോഴ്സിന്റെ അല്ലെ. അപ്പൊ അവർ അത്രയും ഫ്രീക്വൻസിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. സോ നാലാമത്തെ ഫാക്ടർ വിച്ച് എഫക്ട്സ് ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്, അതിനർത്ഥം അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ എത്ര പണം എടുത്ത് മാറ്റി വെക്കുന്നു അതാണല്ലോ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. അതാണ് നമ്മൾ ഡെഫിനിഷനിൽ ആദ്യം പഠിച്ചത്. ആ ഒരു തുക എത്ര ആയിരിക്കണം, ആ ഒരു എമൗണ്ട് എത്ര ആയിരിക്കണം ഡിറ്റർമൈൻ ചെയ്യുന്ന നാലാമത്തെ ഫാക്ടർ ആണ് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണിക്കേണ്ടത്. 4 ഫാക്ടർ ആണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റിനെ എഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ്, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എത്രയുണ്ട്. സെക്കൻഡ്, മാർക്കറ്റിൽ നമ്മുടെ ഷെയർ എന്താണ്, നമ്മൾ ലീഡർ ആണോ നമ്മൾ ഫോളോവർ ആണോ. നമ്മൾ ഫോളോവർ ആണെങ്കിൽ അടുത്ത വേറൊരു കമ്പനീന്റെ പുറകെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലീഡർ എത്ര സ്പെൻഡ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യും. അപ്പൊ അതായിരിക്കും തീരുമാനിക്കുന്നത് നമ്മൾ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്തായിരിക്കും. മൂന്നാമത്തെ കേസിലോ നമ്മൾ പ്രോഡക്റ്റ് ഏത് ലൈഫ് സൈക്കിൾ സ്റ്റേജിലാണ്, പുതിയ പ്രൊഡക്റ്റ് ആണോ, ഗ്രോത്തിന്റെ പ്രൊഡക്റ്റ് ആണോ, അതോ ഡിക്ലൈൻഡ് ആവുന്ന പ്രൊഡക്റ്റ് ആണോ, അതും തീരുമാനിക്കും നമ്മൾ എത്ര പൈസയാണ് അഡ്വർടൈസിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതെന്ന്. അതേപോലെ നാലാമത്തെ ഫാക്ടർ ആണ് അഡ്വർടൈസിംഗ് ഫ്രീക്വൻസി. ഓക്കെ, എത്ര പ്രാവശ്യം അഡ്വർടൈസ്മെന്റ് ചെയ്യണം അത് തീരുമാനിക്കും നമ്മൾ എത്ര പൈസ അല്ലെങ്കിൽ എത്ര എമൗണ്ട് അഡ്വർടൈസിംഗ് ബഡ്ജറ്റിലോട്ട് മാറ്റി വയ്ക്കണം. ഓക്കെ, റോൾ നമ്പർ 29 ഇന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്റർ അസൈൻമെന്റ് ആണ്. ഫാക്ടേഴ്സ് എഫക്ടിംഗ് ദ മൂന്നാമത്തെ ഫാക്ടർ, അതിനർത്ഥം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജ്, അതിനർത്ഥം നമ്മളെ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണോ, ഗ്രോത്തിലാണോ, മെച്യൂരിറ്റിയിലാണോ, ഈ ഒരു കാര്യം എങ്ങനെയാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റിനെ എഫക്ട് ചെയ്യുക അത് നിങ്ങൾ ഗ്രൂപ്പിൽ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് വോയിസ് ക്ലിപ്പ് ആയിട്ട് ബാക്കി കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. റോൾ നമ്പർ 29. ഓക്കെ, ആൻഡ് അതേപോലെ അഡ്വർടൈസിംഗ് ഫ്രീക്വൻസി എങ്ങനെയാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റിനെ എഫക്ട് ചെയ്യുന്നത് അത് റോൾ നമ്പർ 38 ഒന്ന് ഇതേപോലെ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. 29 പോയിന്റ് നമ്പർ 3 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ആൻഡ് പോയിന്റ് നമ്പർ 4 എക്സ്പ്ലെയിൻ ചെയ്യാമോ, അഡ്വർടൈസിംഗ് ഫ്രീക്വൻസി എക്സ്പ്ലെയിൻ ചെയ്യാമോ. റോൾ നമ്പർ 38 ആണ്, 29 and 38. ഓക്കെ, നമുക്ക് മുന്നോട്ട് ലാസ്റ്റ് ടോപ്പിക് ഈ സ്ലൈഡ് ഈ
ഒരു വീഡിയോന്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ് എന്തായിരിക്കും? വളരെ ചെറിയൊരു പോർഷൻ ആണ്, 6 പോയിന്റ് ഉള്ളൂ. വായിച്ചു പോയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. അഡ്വർടൈസിങ് ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കണം? അതൊരു പ്ലാൻ ആണ് അല്ലെ? അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എന്താണെന്ന് നമ്മൾ ഇവിടെ നോക്കണേ. നമുക്ക് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. There are certain steps which can be followed in creating an advertising budget which are explained below. ഒരു എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ അഡ്വർടൈസിംഗ് ഒബ്ജക്റ്റീവ് based on the goals which have been set by a company. നമുക്കറിയാം എല്ലാ കമ്പനിക്ക് പ്ലാൻസ് ഉണ്ട്, എല്ലാ കമ്പനിക്കും ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മൾ BMC ഫസ്റ്റ് സെം സെക്കൻഡ് സെം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെമ്മിൽ നമ്മൾ സെക്കൻഡ് സെമ്മിലൊക്കെ പഠിച്ചതാണ് പ്ലാനിങ് അല്ലെ? പ്ലാനിങ് പ്രോസസ്സ്. എല്ലാം ഓർഗനൈസേഷൻ ഒരു വിഷൻ ഉണ്ട്, മിഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു അഡ്വർടൈസിങ് ഓബ്ജക്റ്റീവ് ഉണ്ടാവും. ആർക്ക്? ഓർഗനൈസേഷനും ആ പ്രോഡക്റ്റിന് വേണ്ടി. ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ആ പ്രോഡക്റ്റിന് വേണ്ടി ഒരു അഡ്വർടൈസിങ് ഓബ്ജക്റ്റീവ്, ഒരു ഗോൾ, അത് എന്തായാലും ഉണ്ടാവും ഒരു കമ്പനിക്ക്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അണ്ടർസ്റ്റാൻഡിങ് ദ advertising objective based on the goals which has been set by the company. Advertising objective എന്താണ് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തേതോ, determine the task ad campaign which could be done. ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ, അത് ആ ഒബ്ജക്റ്റീവ് യാഥാർത്ഥ്യീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്കൊരു ടാസ്ക് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ആഡ് ക്യാമ്പയിൻ ഉണ്ടാക്കേണ്ടി വരും. ആ ഒബ്ജക്റ്റീവ് എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അതിനെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ് ഓഫ് എ കമ്പനി. രണ്ടാമത്തെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് എഴുതിയെടുക്കേണ്ടത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഫോർമുലേറ്റിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ബ്രേക്കപ്പ് ഫോർ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ ടാസ്ക് എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ച് എഴുതിയെടുത്തു അല്ലെ? ഇനി ആ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എത്ര പൈസ വേണമെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും, ബ്രേക്കപ്പ് ചെയ്യും. എന്നിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എനിക്ക് 5 കാര്യങ്ങൾ ചെയ്യണം. ആ 5 കാര്യങ്ങളിന് എത്രയൊക്കെ പൈസ വരും, അത് നമ്മൾ ബ്രേക്കപ്പ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കും. നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അപ്രൂവൽ എടുക്കണം. ആരുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ എടുക്കണം? ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അപ്രൂവൽ എടുക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുക. ഒരു പ്രാവശ്യം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ പൈസ കിട്ടിയെന്നാണ് എൻ്റെ അർത്ഥം അല്ലെ? അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഓരോ പണിക്ക് വേണ്ടി എത്ര പൈസ വേണം അത് അലോക്കേറ്റ് ചെയ്യും. അത് ഞാൻ അലോക്കേഷൻ ഓഫ് ഫണ്ട് ടു ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അണ്ടർ ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണ്? മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എക്സ്പെൻഡിച്ചർ ആൻഡ് റിവൈസിംഗ് ഇറ്റ് ഫോർ ബെറ്റർ പ്രോഫിറ്റ്. അർത്ഥം നമ്മൾ എത്ര പൈസ വേണം, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് കണ്ടുപിടിച്ചു. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ ഹെഡിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എത്ര പൈസ വേണം എന്ന് കണ്ടുപിടിച്ചു. ആ പൈസന്റെ അപ്രൂവൽ എടുത്തു. ആ പൈസ നമ്മൾ ഓരോ കാര്യങ്ങളിന് വേണ്ടി അലോക്കേറ്റും ചെയ്തു. ഇനി എന്താ? നമ്മൾ കൺട്രോൾ വേണം അല്ലെ? ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ അല്ലെങ്കിൽ വിചാരിച്ച പ്ലാനിൽ അല്ലെങ്കിൽ വിചാരിച്ച പൈസയിൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു മോണിറ്ററിങ്ങും ഈ പറഞ്ഞ കൺട്രോളും വേണം. ഇതാണ് ഒന്ന് ബഡ്ജറ്റ് പ്രോസസ്, അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് പ്രോസസ്സിൽ നടക്കണേ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ പ്രോസസ്സ് ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി ഉണ്ടാക്കി, ഒരു പേന ഉണ്ടാക്കി എന്ന് വെച്ചു ഒരു കമ്പനി. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? അണ്ടർസ്റ്റാൻഡിങ് ദ ഒബ്ജക്റ്റീവ്. അർത്ഥം കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പേന എവിടെയൊക്കെ സെയിൽ ചെയ്യണം? ഇന്ത്യയിൽ മാത്രമാണോ? പുറത്തും സെയിൽ ചെയ്യണോ? ഇന്ത്യ ആണെങ്കിൽ സൗത്ത് ഇന്ത്യ മാത്രമാണോ? അപ്പൊ അതിനാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കമ്പനിക്ക് ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ലെവലിലും പിന്നെ പുറത്തും ഇന്റർനാഷണൽ ലെവലിലും പേനേനെ സെയിൽ ചെയ്യാനാണ് ഒബ്ജക്റ്റീവ്. അതങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് തീരുമാനിക്കും? നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കും. നമ്മൾ TV അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു, റേഡിയോ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു, ഇതിനു വേണ്ടി ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ചെയ്യണം എന്നും തീരുമാനിച്ചു. അങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ തീരുമാനിച്ചു. ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ TV അഡ്വർടൈസ്മെന്റ് എത്ര പൈസ വേണ്ടി വരും, റേഡിയോക്ക് വേണ്ടി എത്ര വേണ്ടി വരും, മാഗസിന് വേണ്ടി എത്ര വേണ്ടി വരും, ഓൺലൈൻ അഡ്വർടൈസിംഗ് ചെയ്യാൻ എത്ര വേണ്ടി വരും. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു സെക്കൻഡ് സ്റ്റെപ്പിൽ, അതിനൊക്കെ എത്ര പൈസ വേണ്ടി വരും നമ്മൾ ബ്രേക്കപ്പ് അതിന്റെ എഴുതിയെടുക്കും. അതാണ് തേർഡ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പിൽ ഈ ബ്രേക്കപ്പ് കാണിച്ചിട്ട്
സാറേ എനിക്ക് നമ്മൾ കമ്പനിയുടെ ഓണേഴ്സിനോട് പറയും നിങ്ങളുടെ ഓബ്ജക്റ്റീവ് ഇതാണ്, നിങ്ങൾ ഓബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇതാത് കാര്യങ്ങൾ ചെയ്യാൻ ഇത്ര പൈസ ചെലവാകും, നിങ്ങളുടെ അപ്രൂവൽ വേണം എന്നാണ് 4th സ്റ്റെപ്പിൽ ചോദിക്കുന്നത്. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടിവിക്ക് വേണ്ടി TV അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ ഇത്രയും പൈസ, റേഡിയോ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ ഇത്രയും പൈസ, അതുപോലെ നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പണി ചെയ്യാൻ തുടങ്ങും, അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ തുടങ്ങും, അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ 6th സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു മോണിറ്ററിങ്ങും കൺട്രോളിങ്ങും വേണം. ഇത്രയേ ഉള്ളൂ അഡ്വർടൈസിംഗ് ബഡ്ജറ്റിന്റെ പ്രോസസ്. അപ്പൊ ഈ ഒരു ടോപ്പിക്, ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, എന്താണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്? ഒരു പ്രോഡക്റ്റിന് വേണ്ടി അഡ്വർടൈസ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും മാറ്റി വെക്കുന്ന തുകേനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയൊക്കെ എഫക്ട് ചെയ്യാൻ അതിനെ, മാർക്കറ്റിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ മാർക്കറ്റ് ഫോളോവർ ആണോ ലീഡർ ആണോ, നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കിടക്കുന്നത്, പിന്നെ എത്ര പ്രാവശ്യം നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളായിരിക്കും അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് കുറവാണോ കൂടുതലാണോ അല്ലെങ്കിൽ അത് എത്ര ആയിരിക്കും എന്ന് എഫക്ട് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സ്. പിന്നെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. ആദ്യം കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതിന്റെ ബേസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന്, ഏതൊക്കെ ടാസ്കുകൾ ചെയ്യണം എന്ന് തീരുമാനിക്കും. ആ ഓരോ ടാസ്കിന് എത്ര പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരും എന്ന് നമ്മൾ തീരുമാനിച്ച് അതിന്റെ 4th സ്റ്റെപ്പിൽ അതിന്റെ അപ്രൂവൽ എടുക്കും. പിന്നീട് ആ ഓരോ ടാസ്കിന് വേണ്ടി എത്ര പൈസ വേണം അത് അലോക്കേറ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൽ എപ്പോഴും ഒരു മോണിറ്ററിങ്ങും കൺട്രോളും നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കൺട്രോൾ കയ്യിൽ വയ്ക്കും. ഇതായിരുന്നു ഇന്നത്തെ ഒരു ടോപ്പിക്. അഡ്വർടൈസിംഗ് ബഡ്ജറ്റിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച അസൈൻമെന്റ്സ് ഞാൻ 2 കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. റോൾ നമ്പർ ഞാൻ ഇൻ ബിറ്റ്വീൻ വീഡിയോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 2 കുട്ടികളും ഗ്രൂപ്പിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ബാക്കി ആൾക്കാർക്ക് കൊടുക്കുക. ഇന്ന് തൊട്ട് എല്ലാ വീഡിയോയിലും ഇങ്ങനെയായിരിക്കും ഞാൻ അസൈൻമെന്റ് തന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്ലീസ് എന്നോട് ചോദിക്കുക. 40 മിനിറ്റിന്റെ വീഡിയോ ആണ്, അപ്പൊ എൻറ്റയർ പീരീഡ് ഈ വീഡിയോയിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അസൈൻമെന്റ്സ് നിങ്ങൾ ഉച്ചയ്ക്ക് 1:30 ക്ലാസ് കഴിഞ്ഞിട്ട് 2:30 ഉള്ളിൽ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് 2:30 ഉള്ളിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ പീരീഡ് കഴിഞ്ഞിട്ട് ക്ലാസ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താ പീരീഡ് ലാസ്റ്റ് അവർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അരമണിക്കൂറിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അസൈൻമെന്റ് ചെയ്ത് ആ 2 കുട്ടികൾക്ക് എന്ത് കാര്യം ഗ്രൂപ്പിലൊന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അസൈൻമെന്റ് കഴിഞ്ഞു. അവർക്ക് അതുപോലെ മാർക്ക് ഞാൻ ഇവിടെ ഇടും. ബാക്കി കുട്ടികൾക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോൾ അവരോടായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് സിമ്പിൾ ടോപ്പിക് ആയിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് ആയിട്ട് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ ലൈവ് ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.